ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്ന് നല്ല മഴ കേട്ടോ. ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൽ ശ്രീകാന്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിക്കുകയാണ് ശ്രുതിയുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രുതി വന്നിട്ട് ഓടി വന്ന് തടയാണ്. കാരണം ശ്രുതി ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ശ്രുതി ഓടി വന്ന് തടയാണ്. വേണ്ട ശ്രീകാന്തെ, അവരെന്തെങ്കിലും സിഗ്നൽ കിട്ടിക്കഴിഞ്ഞെങ്കിൽ വിളിക്കാമെന്നാണ് പറഞ്ഞേക്കണേ പറയും. അപ്പോൾ ശ്രീകാന്ത് അപ്പേക്കും വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. പക്ഷേ ഫോൺ റിങ് ചെയ്ത് കഴിയണവരാരും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ശ്രീകാന്ത് പറയണം, സാറ് ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറയണം. അപ്പോൾ ശ്രുതി മനസ്സിലാക്കണം, രക്ഷപ്പെട്ടു അങ്ങനെ വിചാരിക്കണം, ഇല്ലെങ്കിൽ കള്ളത്തരം പൊളിഞ്ഞേനെന്ന് വിചാരിക്കണം. ഈ സമയത്ത് അങ്ങനെ ശ്രുതിനെ കാണാത്ത ടെൻഷനിൽ ചന്ദ്രോദയം തറവാടെടുക്കുകയാണ്. ഈ സമയത്ത് നീലിമ പറയാണ് ശ്രുതി നീലിമയോട് അപേക്ഷിക്കുകയാണ്, ഞാൻ എങ്ങനെയെങ്കിലും നിൻ്റെ 50 ലക്ഷം രൂപ തരാം നീലിമ, നീ എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് തുറന്നു വിടും, നീ എന്നെ ഇവിടെ ഇങ്ങനെ അടച്ചിടല്ലേ, എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയാലേ നിൻ്റെ 50 ലക്ഷം രൂപ തരാൻ പറ്റുള്ളൂ, ഞാൻ എങ്ങനെയെങ്കിലും തരാൻ പറയുമ്പോൾ നീലിമ പറയണം, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല ശ്രുതി, എനിക്ക് അറിയണ പോലെ നിന്നെ വേറെ ആർക്കും അറിയില്ലല്ലോ, നിന്നെ കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തവനാന്ന് എനിക്കെല്ലാം അറിയുള്ളൂ, എനിക്ക് തീരെ വിശ്വാസമില്ല, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്ന നിൻ്റെ ഭാര്യ പൈസയും കൊണ്ട് വരുമെന്ന് നോക്കട്ടെ എന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ട് മഹേഷ് ഒരു ബാറിൽ കയറിയിട്ട് വെള്ളമടിച്ചിട്ട് മഹേഷ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് സച്ചിയുടെ മെസ്സേജ് വരുന്നത്. സച്ചിയുടെ മെസ്സേജ് വരുമ്പോൾ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ വണ്ടി, ഗോൾഡൻ കളർ ശൂലത്തിൻ്റെ ചിഹ്നം, അങ്ങനെ വിചാരിക്കുമ്പോൾ മഹേഷ് ചോദിക്കാം, പിന്നെ നോക്കാം എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മഹേഷ് ബൈക്കിൽ കയറാൻ നോക്കുന്ന സമയത്ത് മഹേഷിൻ്റെ കണ്ണാടി കൂടെ ആ ബാറിൽ തന്നെ കിടക്കുന്ന ബ്ലാക്ക് കളർ വണ്ടി കണ്ണിൽപ്പെടുകയാണ്. പെട്ടെന്ന് മഹേഷ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഗോൾഡൻ കളർ ഷൂലും ബ്ലാക്ക് കളറുമായിട്ടുള്ള വണ്ടി അവിടെ കിടക്കണം. അപ്പോൾ മഹേഷിന് ദൈവമേ ഇതല്ലേ സച്ചി പറഞ്ഞ വണ്ടി വിചാരിച്ചിട്ട് മഹേഷ് പെട്ടെന്ന് തന്നെ സച്ചിനെ വിളിക്കണം. എടാ സച്ചി, നീ എൻ്റെ മെസ്സേജ് കണ്ടില്ലേടാ, എന്തെങ്കിലും വിവരം കിട്ടി അറിയിക്കണേ പറയണേ. സച്ചി, നീ പറഞ്ഞ വണ്ടി ഇവിടെ ഗോൾഡൻ ബാറിലുണ്ട് പറയണേ. ബാറിലോ? അതെ, ഞാനൊരു ഓട്ടം പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് 2 എണ്ണം കഴിക്കാൻ വേണ്ടി കയറിയതാ, ഇവിടെ വന്നപ്പോഴാണ് നിൻ്റെ മെസ്സേജ് കണ്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ആ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് പറയും. ആണോ, എന്നാൽ നീ ആ ലൊക്കേഷനൊന്നും എനിക്ക് അയച്ചതാ, എനിക്ക് തോന്നണത് ഇത് വണ്ടി കൊണ്ട് വന്നവന്മാർ ഉള്ളിൽ വെള്ളമടിക്കുന്നുണ്ടാവും എന്നാ പറയും. അപ്പോൾ ശരി, നീ ഒരു കാര്യം മഹേഷ്, അവർ പുറത്തേക്ക് ഇറങ്ങി പോവാതെ എന്തെങ്കിലും പറഞ്ഞ് തടഞ്ഞു നിർത്ത്, എന്നിട്ട് ആ ലൊക്കേഷൻ എനിക്ക് അയച്ചതാ, ഞാൻ വേഗം അങ്ങോട്ട് വരാമെന്ന് പറയാണ്. അപ്പോൾ ശരി പറഞ്ഞിട്ട് മഹേഷ് സച്ചിക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ്. മഹേഷ് സച്ചിക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കണം. ഈ സമയത്ത് ശ്രുതി ആൻ്റണീനെ വിളിക്കുകയാണ്. സച്ചി പുറപ്പെട്ട് പോയില്ലോ ശ്രുതിനെ നോക്കാണ്ട്. ശ്രുതി ആൻ്റണീനെ വിളിച്ചിരിക്കുമ്പോൾ ആൻ്റണി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതിനെ, പക്ഷേ എവിടെ നിന്നും കിട്ടുന്നില്ല. ആൻ്റണി എന്താ ശ്രുതി ചോദിക്കുമ്പോൾ ആൻ്റണി കണ്ടു നോക്കുമ്പോൾ ഇല്ല, ഞങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പറയണം. അപ്പോൾ ശ്രുതി പറയണം, സച്ചി അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട്, ഒരിക്കലും ആൻ്റണി കണ്ടുപിടിക്കാനായിട്ടുള്ള മുന്നേ സച്ചിയെ ശ്രുതിനെ കണ്ടുപിടിക്കരുത്, അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എല്ലാ കള്ളത്തിനും പൊടിയും, പിന്നെ ഞങ്ങൾക്കൂടെ നിൽക്കാൻ പറ്റില്ല, ആൻ്റണിക്ക് അറിയാലോ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആൻ്റണി കണ്ടുപിടിക്കണം പറയും. ആൻ്റണി പറയും, ശ്രുതി നിനക്ക് എൻ്റെ സ്വഭാവം അറിയില്ല, ഞാൻ ഒരു കാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും പറയും, എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ആൻ്റണീനെ വിശ്വസിച്ച് പറയണമെന്ന് പറയണ ശ്രുതി. അങ്ങനെ ശ്രുതി ഫോൺ വയ്ക്കുമ്പോൾ ആൻ്റണിയുടെ കൂടെയുള്ള കൂട്ടുകാരൻ പറയണ, ആൻ്റണി നമുക്കൊരു കാര്യം ചെയ്യാം, അന്വേഷണമൊക്കെ നമുക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാം, ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കാനാ പറയുമ്പോൾ, എടാ ഒരു മനുഷ്യൻ്റെ ജീവൻ വെച്ചിട്ട് നമ്മൾ കളിക്കുന്നത്, 12 മണി കഴിഞ്ഞാൽ പൈസ കിട്ടിയില്ലെങ്കിൽ അയാളുടെ ജീവൻ ആപത്തല്ലേ, എങ്ങനെയെങ്കിലും നമുക്ക് ശ്രുതിനെ കണ്ടുപിടിച്ചിട്ട് ശ്രുതിനെ ഏൽപ്പിച്ചേ പറ്റൂ എന്ന് പറയാണ് ആൻ്റണി. അങ്ങനെ അവർ വീണ്ടും ശ്രുതിനെ അന്വേഷിച്ചിട്ട് പോവാണ്. ഈ സമയത്ത് ബാറിൽ വണ്ടിയിലത്തെ ആൾക്കാർ വെള്ളമടിച്ചിട്ട് ഗുണ്ടകൾ വെള്ളമടിച്ചിട്ട് ഇറങ്ങുമ്പോൾ അവർ കാറിൽ കയറാൻ നോക്കുമ്പോൾ, ഇത് നിങ്ങളുടെയാണോ വണ്ടി എന്നൊക്കെ ചോദിക്കണം. മഹേഷ്, അതെ, അതിനിപ്പോൾ നിനക്കെന്താ, നിങ്ങളെവിടെയുള്ളവരെ, നിങ്ങളെവിടെയാണ് വെച്ച് കണ്ട പരിചയം ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ഞങ്ങളെങ്ങനെ പരിചയം ഉണ്ടാവുക, ഒരു വഴിയില്ല, ഞങ്ങളെ നീ കാണാൻ ഒരു സാധ്യതയില്ല എന്നൊക്കെ പറയാണ് മഹേഷിനോട് കൊട്ടേഷൻ ടീമിലത്തെ ആളുകൾ. അല്ലാന്നേ, ഞങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടേ, നിങ്ങളെ കണ്ട നല്ല മുഖപരിചയം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ മഹേഷ് അവരെ തടഞ്ഞു നിർത്തുന്ന സമയത്താണ് സച്ചി വരുന്നത്. സച്ചി വന്നിട്ട് ഇവരെ വന്ന് കുളറിൽ വിളിക്കുമ്പോൾ എന്താടാ, അപ്പോൾ ചോദിക്കും, ഈ വണ്ടി നിങ്ങളുടെയാണോ ചോദിക്കും, ആണെങ്കിൽ നിനക്കെന്താ വേണ്ടി ചോദിക്കും, സത്യം പറയും, ശ്രുതിനെ എവിടെ ഒളിപ്പിച്ചേക്കണം ചോദിക്കും. ശ്രുതിനെ? ഏത് ശ്രുതിനെ, ആരും ഒളിപ്പിച്ചു, ഞങ്ങൾ ആരും ഒളിപ്പിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ പറയും ഗുണ്ടകൾ. അപ്പോൾ സച്ചി അവിടെ ഇട്ട് നല്ലോണം അടിച്ചടിച്ച് അവർ പറയും, ശ്രുതിനെ ഒരു ലേഡി പറഞ്ഞിട്ടാണ് ഒളിപ്പിച്ചേക്കുന്നത്, ശ്രുതി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് പറയും. എവിടെ ചോദിക്കുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയും. അപ്പോൾ ആ ലേഡിയുടെ പേരെന്താ ചോദിക്കുമ്പോൾ ആ പേര് മാത്രം സച്ചിയോട് അവർ പറയില്ല, പേര് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയും. അങ്ങനെ ഇവരേനും കൂട്ടിയിട്ട് സച്ചി ശ്രുതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രുതിനെ കെട്ടിയിട്ടേക്കണ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് സച്ചി അവിടെ വരുമ്പോൾ അവിടെ നീലിമ അപ്പം പുറത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ നീലിമ ഓൾറെഡി പറയുന്നുണ്ട്, നീലിമയോട് മറ്റേ ആൾ പറയുന്നുണ്ട്, മാഡം പൊക്കോളൂ, ഞാൻ നോക്കിക്കോളാം, അവന്മാരിപ്പോൾ വരില്ല, അവന്മാരെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. മാഡം പൊക്കോളൂ, ഞാൻ നോക്കിക്കോളാം, അവന്മാരിപ്പോൾ വരും, മാഡം പേടിക്കേണ്ട, ധൈര്യം പൊക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നീലിമ പുറത്തേക്ക് പോയ സമയത്താണ് സച്ചി ഗുണ്ടകളെ കൊണ്ട് വരുന്നത്.
എന്നിട്ട് ഗുണ്ടകളെ എടുത്തിട്ട് അവിടെ അകത്തേക്ക് തള്ളുകയാണ്. തള്ളുമ്പോൾ പെട്ടെന്ന് സച്ചി സുധീനെ കാണും. സുധി വിളിക്കും. അപ്പോൾ സച്ചി പറയും സുധി. എന്നിട്ട് ഗുണ്ടകളെ അവിടെയുള്ള ഗുണ്ടകൾ തോക്ക് കാട്ടി സച്ചിനെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയണം, ഇനിയിപ്പോൾ നീയും കൂടി ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടെ കൂടിക്കോ, ഇനിയിപ്പോൾ നിന്നെയും കൂടി കൊല്ലാലോ, ഇവനെ മാത്രമല്ല നിന്നെയും കൂടി അവസാനിപ്പിക്കാം, മാഡം വരട്ടെ, ഇനിയിപ്പോൾ നീയും ജീവനോടുകൂടി ഇവിടുന്ന് പോകുമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഗുണ്ടകളെ സച്ചിക്ക് നേരെ തോക്കിച്ചുകൊണ്ടാണ്. അങ്ങനെ സച്ചി അവിടെ വെച്ചിട്ട് അവരെ എല്ലാം ആക്രമിച്ച് അവരെല്ലാം അടിച്ച് നിലംപരിശാക്കിയിട്ട് സച്ചി സുധിയുടെ കെട്ടൊക്കെ അയച്ചിട്ട് സുധീനെ മോചിപ്പിച്ചിട്ട് പറയും, എൻ്റെ സുധി നിന്ന് എനിക്ക് ജീവനോടുകൂടി കിട്ടിയില്ലോടാ പറഞ്ഞിട്ട് സച്ചി സങ്കടത്തോടുകൂടി സുധീനെ കെട്ടിപ്പിടിക്കുമ്പോൾ സുധി ഇങ്ങനെ പറയേണ്ട, സച്ചി അടിക്കുമ്പോൾ സച്ചി അവിടെടാ ഇവിടെടാ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ രക്ഷിക്കാൻ വേണ്ടി സുധി ഇങ്ങനെ ഓരോരുത്തർ വരണ ഭാഗമൊക്കെ സുധി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സച്ചി സുധിയും കൂടിയിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടക്കുമ്പോൾ സുധിയുടെ മനസ്സിൽ എന്താണെന്നറിയാം, ദൈവമേ നീലിമയുടെ അടുത്ത് നിന്ന് 50 ലക്ഷം രൂപ മേടിച്ച കാര്യം ഇവൻ അറിഞ്ഞിട്ടുണ്ടാവോ, ഇവനെല്ലാം അറിഞ്ഞിട്ടാവോ എന്നെ വന്ന് രക്ഷിച്ചിട്ടുണ്ടാവുക, ഇനിയിപ്പോൾ ഇവൻ അത് വീട്ടിലെല്ലാം പറഞ്ഞിട്ടുണ്ടാവോ, എല്ലാവരും അറിഞ്ഞാൽ ഞാൻ കുറ്റക്കാരനാവില്ലേ, നീലിമ അച്ഛൻ്റെ പൈസ ഞാനെടുത്ത് ഷോറൂം കയറ്റി എന്ന് പറയില്ലേ, അപ്പോൾ ഈ ഷോറൂം ഒഴിവാക്കേണ്ടി വരില്ലേ, അവർക്ക് കൊടുക്കേണ്ടി വരില്ലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് സുധി ഇങ്ങനെ സച്ചിയുടെ പിന്നിൽ പോകണം. അപ്പോൾ സച്ചി ചോദിക്കുക, എന്താണ് ആലോചിക്കണേ, ഒന്നുമില്ല അറിയും. അപ്പോൾ സച്ചിയോട് ഓൾറെഡി ഗുണ്ടകളെ പറഞ്ഞ ലേഡിക്ക് 50 ലക്ഷം രൂപ സുധി കൊടുക്കാനുണ്ടെന്നാണ്, പക്ഷെ ലേഡിയുടെ പേര് സച്ചിയോട് പറഞ്ഞിട്ടില്ലേ. അങ്ങനെ സുധി ഇങ്ങനെ ആലോചിക്കുമ്പോൾ സച്ചിക്ക്, നീ എന്താണ് ആലോചിക്കണേ, ഒന്നുമില്ല പറഞ്ഞു പറയാം, എനിക്കറിയാം നീ വീട്ടിൽ പോയിട്ട് എന്ത് കള്ള പറയേണ്ടതെന്ന് നീ ആലോചിക്കല്ലേ, അതൊക്കെ വീട്ടിൽ ചെന്ന് വെല്ലുമ്പോഴേക്ക് ആലോചിച്ച് കണ്ടുപിടിച്ചോ, വാ നമുക്ക് പോവാം കാറി കയറി പറഞ്ഞിട്ട് അങ്ങനെ സച്ചി ഒരു ഉത്തരവാദിത്തമുള്ള ഒരു അനിയനായിട്ട് ഏട്ടനായ സുധിയെ കൊണ്ട് കാറിൽ കയറുകയാണ്. ഏട്ടനും മുന്നേ സച്ചി ഫോൺ വിളിച്ചിട്ട് ചന്ദ്രോദയത്തിൽ, അപ്പോൾ ചന്ദ്രോദയത്തിൽ ആരും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ സച്ചി രേവതിക്ക് ഫോൺ വിളിക്കാൻ, എന്തായി സച്ചിയൊക്കെ ചോദിക്കുമ്പോൾ സുധീനെ കണ്ടുപിടിച്ചു, ഞാൻ അവനെ രക്ഷിച്ചിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് വരികയാണ് പറയും. അപ്പോൾ രേവതി ചോദ്യം, ചേട്ടാ ആരെ കൊണ്ടുപോയേ, എന്താ പ്രശ്നം, എവിടെ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സച്ചി പറയും, ഒക്കെ ഞാൻ വീട്ടിൽ വന്നിട്ട് പറയാമെന്ന് പറയും. അങ്ങനെ രേവതി ഫോൺ വെച്ചിട്ട് പറയും, സുധി നീ ഇനി ഒട്ടും വിഷമിക്കേണ്ട, സുധീനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, സുധീനെയും കൊണ്ട് സച്ചേട്ടൻ വരുന്നുണ്ട്, നിൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് സച്ചേട്ടൻ വരുന്നുണ്ട് പറയും. പക്ഷേ ഇവരെല്ലാവരും വിചാരിക്കുന്ന സന്തോഷമൊന്നും രക്ഷപ്പെട്ടു എന്ന് കാണുമ്പോൾ ശ്രുതിയുടെ മുഖത്ത് കാണില്ല. ശ്രുതി എന്താ വിചാരിക്കണമെന്നറിയോ, ദൈവമേ സച്ചി എല്ലാം അറിഞ്ഞിട്ടുണ്ടാവോ, 50 ലക്ഷം രൂപ നീലിമയുടെ അടുത്ത് നിന്ന് മേടിച്ചത് അച്ഛൻ്റെ പൈസ എന്ന് സച്ചി അറിഞ്ഞിട്ടുണ്ടാവോ, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കട സച്ചിക്ക് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കടയിൽ സച്ചി വന്നിരിക്കും, ഞങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും, ഞങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമായി തോന്നുന്നു, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ശ്രുതി ഇങ്ങനെ നീക്കുമ്പോൾ, അല്ല ഹസ്ബൻഡിനെ കണ്ട് സന്തോഷമൊന്നും കാണാനില്ലോ എന്നൊക്കെ പറയണം. അപ്പോൾ അച്ഛനെയും പറയണ്ട, എന്തൊക്കെ ഉടായ്പകളാണാവോ, എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക ശ്രുതി, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് അവസാനിപ്പിക്കും, നല്ല രീതിക്ക് ജീവിക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അച്ഛമ്മ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി നീട്ടിട്ട് പറയും, എനിക്ക് ഉച്ച തൊട്ട് തുടങ്ങി ടെൻഷനാക്കി തല വല്ലാതെ വേദനിക്കുന്നുണ്ട്, ഞാനൊന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് വർഷ പറയും, അല്ല ഇതെന്ത് പറ്റി, സാധാരണ ഹസ്ബൻഡിനെ കണ്ടു എന്ന് പറഞ്ഞ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടേണ്ടതല്ലേ ഭാര്യമാർ, ശ്രുതി ചേച്ചിക്ക് ഒരു സന്തോഷവും ഇല്ലല്ലോ എന്നിങ്ങനെ പറയാണ് വർഷ അവിടെ ഇരുന്നിട്ട് എല്ലാവരോടും. അപ്പോൾ ഇങ്ങനെ അച്ചമ്മയും രവീന്ദ്രനും രേവതിയും ശ്രീകാന്തൊക്കെ അതിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി അകത്തേക്ക് കയറിപ്പോയത് വേറെ ഒന്നല്ല, സത്യങ്ങളെല്ലാം സച്ചി അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ടെൻഷനിലാണ് ശ്രുതി അകത്തേക്ക് കയറിപ്പോയത്. അങ്ങനെ സച്ചി ശ്രുതിയെ രക്ഷിച്ച് ചന്ദ്രോദയത്തിലേക്ക് കൊണ്ടുവരികയാണ്, എത്തിയിട്ടില്ല. അങ്ങനെ ഒരു എപ്പിസോഡിലാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ ഞാൻ പറയുകയാണ്, എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്